ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക്, അതായത് കുറേ ദിവസങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്ന് ലാസ്റ്റ് ഡേ എക്സാം. ഇന്നത്തോടു കൂടി സ്കൂൾ പൂട്ടി ഗായ്സ്. നോ, ഇന്നത്തോടു കൂടിയിട്ട് സ്കൂൾ പൂട്ടു. നാളെ ഒരു മീറ്റിംഗാ. ടാറ്റ പറയും എല്ലാവരോടും. രാവിലത്തെ ചായകുടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അലക്കാനുണ്ടായിരുന്നു കേട്ടോ, കുറച്ചധികം തന്നെ അലക്കാനുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ പ്രശ്നം കാരണമല്ലേ നമുക്ക് അലക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കാറില്ല. ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോകാനും ഒരുപാട് കാര്യങ്ങൾക്ക് ഓടി നടക്കാനൊക്കെ ഉള്ളത് കാരണം അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വെള്ളം കൂടി ഇല്ലാതാവുന്ന സമയത്ത് ഇതേപോലെ കുറച്ചധികം തന്നെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ രാവിലത്തെ അലക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടി കറി വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ്. പക്ഷേ ഞാനതിപ്പോൾ പെട്ടെന്ന് ഒരു കറിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ശ്രുതീൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ നമുക്ക് 3 ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. ഒരു പാർട്ടി ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട്, അതായത് വേങ്ങേരി, എൻ്റെ അമ്മയുടെയും അവളുടെ വീടൊക്കെ ഒന്നാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടൊരു റിസപ്ഷൻ പോലെ ചെയ്യണുണ്ട്. പിന്നെ അതേപോലെ പിന്നത്തെ പരിപാടി വരുന്നത് ഏപ്രിൽ 4, 5 ആണ്. ഒരു പാർട്ടി വരുന്നുണ്ട് 4-ാം തീയതി, 5-ാം തീയതി ഒരു കല്യാണമാണ്. കല്യാണം എന്ന് പറയുന്നത് പുലർച്ചയ്ക്ക് നമ്മൾ ആളുടെ വീട്ടിലേക്ക് പോകും കേട്ടോ, അതായത് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്നാണ് അവർക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഓടി നടക്കുന്നത് കാരണം തീരെ റെസ്റ്റില്ല. അവൾക്കും റെസ്റ്റില്ല, എനിക്കും റെസ്റ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു പരിപാടീൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ടുള്ള ഒരു കല്യാണമാണ് കേട്ടോ ഇത്. അപ്പം ഓടിപ്പായാൻ വേറെ ആരും ഇല്ലാത്തത് കാരണം ഞാൻ അവിടെ തന്നെ പോകണം എല്ലാ കാര്യത്തിനും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് കൂടി ഈ കല്യാണത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കും, ഒരു കല്യാണം നമുക്ക് ഓടി നടന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ കറി വെക്കുകയാണ് കേട്ടോ. കോളിഫ്ലവറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നത്, വേവിക്കല്ല ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്, ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം നമ്മൾ അവളുടെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാമൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നാട്ടുമാങ്ങ വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ. ഇത് അതിൻ്റെയും പിറ്റേ ദിവസമാണ് കേട്ടോ. അതായത് ഈ ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്ന് അലക്കിയിട്ട് ഉണക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനി നമ്മൾ ആ ഡ്രസ്സും കൊണ്ട് അവളുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതേപോലെ ടൗണിൽ പോയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതും കാര്യങ്ങളൊക്കെ നോക്കി റെൻ്റലായിട്ട് എടുക്കുകയല്ല, അല്ലാതെ തന്നെ നമ്മൾ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ മിഠായിത്തെരുവിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നേരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അവൾക്ക് ജസ്റ്റ് ഒരു ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു 30-ാം തീയതിത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അതും കഴിഞ്ഞ് പിന്നെ താഴെ നമുക്ക് കല്യാണത്തിലേക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ദിവസമല്ല കേട്ടോ, പിറ്റേന്നായിട്ടൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ചേച്ച് ക്ലിപ്പിങ് എടുത്ത് വെച്ചതാണ് കേട്ടോ. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത കാരണേ. പിന്നെ നമ്മൾ അവളുടെ ആ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാനുണ്ടായിരുന്നു കേട്ടോ, അവളുടെ അളവിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും ചെയ്തെടുത്തിട്ട് നേരെ പോയത് അവളുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, അതായത് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, അതായത് 30-ാം തീയതി ആ ഫംഗ്ഷൻ്റെ ദിവസത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആണ് നമ്മൾ ഫംഗ്ഷന് വേണ്ടിയിട്ട് വേങ്ങേരിക്ക് അമ്മേൻ്റെ വീടിൻ്റെ അവിടേക്ക് പോകുന്നത്. അപ്പോൾ രാവിലത്തെ പരിപാടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കാരും വീഡിയോ എടുത്ത് തരാനില്ല. പിന്നെ നമുക്കിങ്ങനെ സെൽഫി സ്റ്റിക്കും പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ഒരു കല്യാണം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് പിടിച്ച എലമെൻറ്റ്സ് ആണ്. കാരണം നമുക്ക് കല്യാണത്തിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത് നമ്മൾ തന്നെയാണ്. എങ്ങനെ ഒരുപാട് ആളുകൾ ഇല്ലാത്തത് കാരണമേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇതേപോലെ പുട്ടുണ്ടാക്കി. പിന്നെ അതേപോലെ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മത്തനും വൻപയറും കൂടി വെക്കുമല്ലോ, അതാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രാവിലെ വെച്ച് ഈ കറി തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ കറി വേണ്ടവർക്ക് ആ കറി തന്നെ എടുക്കാമെന്നുള്ളതിലാണ് വെച്ചത്. ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, കാരണം നമ്മൾ രാവിലത്തെ ചായ കുടി കഴിഞ്ഞിട്ട് ചോറും കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും. എന്നിട്ട്
ഇറങ്ങാന്ന് പറഞ്ഞാൽ നേരെ കക്കോടി പോയി അവിടെ ബ്യൂട്ടി പാർലറിലേക്കാണ് പോവുക. അവിടെ പോയിട്ട് അവിടുന്ന് മാറ്റുകയാണ് കേട്ടോ ചെയ്യുക. ഈ പെണ്ണിങ്ങനെയാണ് കേട്ടോ, എന്തൊരു മടിയാണെന്നറിയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസമേ ഉള്ളല്ലോ, അതിൻ്റെ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മടി കയറി വന്ന് കിടന്നു. പിന്നെ പറഞ്ഞു ചേച്ചി കണ്ണിന് ചുറ്റും ഭയങ്കരമായിട്ട് കറുപ്പുണ്ടെന്നാണ് തോന്നുന്നത്, എന്താ ചെയ്യാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ നമ്മുടെ ഈ പൊട്ടറ്റോ ഇല്ലേ, പൊട്ടറ്റോ അത് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കണ്ണിൻ്റെ മേലെ വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ലീനപ്പ് ചെയ്തുകൊണ്ട് മുഖത്ത് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഞാനും ചെയ്തു, മുഖത്ത് ജസ്റ്റ് ഒരു പാക്ക് പോലെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ശ്രുതിൻ്റെ ഇന്നത്തെ പാർട്ടിക്ക് നമ്മൾ റെഡി ആയിട്ട് അവൾ ഓൾറെഡി ഇപ്പോൾ മാറ്റിയിട്ട് അനിയൻ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഞാനിതാണ് കേട്ടോ ഡ്രസ്സ്, സിമ്പിൾ ഒരു ഷോപ്പ്, ഇത്രയേ ഉള്ളൂ. അവളിപ്പോൾ ബ്യൂട്ടി പാർലറിന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് അവൾ പോയിട്ടോ. അതിപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ശ്രുതീൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അവൾ മാറ്റി നമ്മൾ ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ. കാരണം ഇവർ നിൽക്കുന്നത് വേറെ സ്ഥലത്തായത് കാരണം അവിടെ വെച്ച് വേറൊരു ഫംഗ്ഷനും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ നമ്മൾ ജനിച്ച് വളർന്നിട്ടുള്ള ആ സ്ഥലത്തൊരു പാർട്ടി പോലെ വെച്ചതാണ് കേട്ടോ. ഇത് ലച്ചുവാണ്, ശ്രുതീൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ ഇവളും യാദൃശികമായി വന്നതാണ് കേട്ടോ. അവൾക്ക് ഇന്നത്തെ പരിപാടിയെ പറ്റി അറിയില്ലായിരുന്നു. അതെല്ലാവരോടും നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, അവിടെ മാത്രമുള്ള ആളുകളോട് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഫംഗ്ഷൻ്റെ വീഡിയോസും എനിക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ തന്നെ ആണല്ലോ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് സെറ്റ് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോയും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇത് നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കെട്ടും പാടമൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലെത്തി കുളിച്ചു മാറ്റി ഇതേ ഇനി നമ്മുടെ അടുത്ത പരിപാടി കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. ആദ്യമോനും ലച്ചും കട്ടിലിൻ്റെ മേലെ കിടന്നു, ഞാൻ ശ്രുതി താഴെ നിലത്ത് കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഇതേ നമ്മുടെ ഇന്നലത്തെ ഫംഗ്ഷനില്ലേ, കോഴിയാണ് കേട്ടോ. ഇന്നലെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ശ്രുതീൻ്റെ ഒരു പാർട്ടി, ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് ഇന്നലെ കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് ചായയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഇനിയൊരു പാർട്ടി കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാർട്ടി പിന്നെ കല്യാണം, അത് വരുന്നത് ഏപ്രിൽ 4ഉം 5ഉം ആണ്. അപ്പോൾ ഇന്നിപ്പോൾ 31. ഇന്ന് 31 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പെരുന്നാളാണ്. അപ്പോൾ നമുക്കിവിടെ ഭയങ്കര തിരക്കാണ്, ഒരു ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണ വീട് ആയതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിലേക്ക് ഇനി നമ്മൾ പോവാം. അപ്പം എനിക്കിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് വീട്ടിലൊന്ന് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ, ഇനിയും സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. അതൊക്കെ കണ്ടോ, ഞങ്ങൾ ഇന്നലത്തെ ഒരു ദിവസത്തെ ആ ഒരു പാർട്ടിയോട് കൂടിയിട്ട് ഞങ്ങൾ ഏകദേശം സൈഡായി. അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കോഴിയുണ്ട് അവിടെ, അതാണ് അതിൻ്റെ വീഡിയോ കുറച്ചേ എടുത്തിട്ടുള്ളൂ. വലിയ പാർട്ടിയല്ല, ചെറുതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു പാർട്ടിയായിരുന്നു. എന്താ പറയുക, നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകും കേട്ടോ. അവളും ചിലപ്പോൾ ഇന്നിവിടെ ഉണ്ടാവില്ല. ഇന്ന് അവൾ ഞങ്ങളുടെ റിലേറ്റീവ് ഉണ്ട്, അവരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് പോയിട്ട് ഇനിയിപ്പോൾ നാളെ വരുള്ളൂ. ഞാനിന്ന് പോയിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ തീരുമാനങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവളെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഏച്ചിമാരൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ പോയി കുളിക്കട്ടെ. ഞാൻ എല്ലാ വീഡിയോസും ഞാൻ കുറച്ച് ക്ലിപ്പിങ്ങൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് മിക്കവാറും ഒരു ദിവസത്തെ വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ സെൽഫി സ്റ്റിക്ക് പിടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എല്ലാത്തിനും ഓടണമല്ലോ. അപ്പോൾ ഈ തിരക്ക് പിടിച്ച് ഓടുന്ന കൂട്ടത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വേണം വീഡിയോ എടുത്ത് തരാനൊക്കെ. ഇത് ഞാൻ തന്നെയാണ് ഇവിടെ കൂടെ പോകാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളത് കാരണമേ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ അല്ല, ഞാൻ ഒരു ദിവസത്തെ ഞാൻ പറയാം, ഞാൻ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ദിവസത്തെ ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ എന്തായാലും പറയും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പോയി കുളിച്ച് സെറ്റ് ആവട്ടെ കേട്ടോ.
നമ്മളിപ്പോൾ പോവാണ് കേട്ടോ. ഞാനും മോനും ലച്ചു ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അമ്മേൻ്റെ അനിയത്തി അവളെ വള്ളിക്കുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ. അവളിനി നാളെ വരുള്ളൂ. അപ്പോഴേക്കും നമ്മൾ നാളെ തിരിച്ചിങ്ങോട്ടേക്ക് വരും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ കഴിഞ്ഞില്ല ഗൈസ്. ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഞാൻ അവിടെ എത്തിയത് കേട്ടോ. കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? എങ്ങോട്ടാ വേറെ എങ്ങോട്ടാ വരുന്നത്? കുറച്ച് പർച്ചേസിങ്ങും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ശ്രുതിൻ്റെ കല്യാണത്തിന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. ചെറിയൊരു ഡാൻസ്, അതിൻ്റെ ജസ്റ്റ് ഒരു പ്രാക്ടീസ്, എല്ലാം കൂടി ആയിട്ട് ഞങ്ങളിന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അതെ എന്താക്കുക? ഓക്കെ, അപ്പോൾ നമുക്ക് ബസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഓടുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ചധികം ദൂരം നടക്കാനുണ്ട് കേട്ടോ. നടന്ന് പോവുകയാണേ. അപ്പോൾ ഗൈസ് നമുക്ക് ലോട്ടറി അടിച്ചു. നമുക്ക് കാറ് കിട്ടി കേട്ടോ. അറിയോ? കാറ് കിട്ടി ഗൈസ്. അപ്പോൾ ഞങ്ങൾ കാറിൽ വന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ള ഭാഗത്തേക്ക് നടക്കുകയാണ് കേട്ടോ. ഇനിയും കുറേ നടക്കാറുണ്ട്. പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ തൊടിയിൽ മാങ്ങ ഇങ്ങനെ നിലത്ത് കുത്തി കിടക്കുന്ന പോലെയൊക്കെ കണ്ടത്. അപ്പോൾ നമ്മളത് പറിക്കുകയാണ് കേട്ടോ. ഞാൻ ആക്ഷൻ പറഞ്ഞ സമയത്താണ് ഇവർ മാങ്ങ പറിച്ച് തുടങ്ങിയത് തന്നെ ഗൈസ്. നോക്കട്ടെ, ഈ വീട്ടിലെ മാങ്ങയാണ് ഇവൻ്റെ കണ്ണിൽ മൊത്തം. കണ്ടോ കണ്ടോ, അത് താഴെയല്ലോ പറിക്കണമെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ മാമൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ കുഞ്ഞാ വന്നിട്ട് കേട്ടോ. മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. പാറു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വാവനെ കാണാനും കൂടി പോവുകയാണ് കേട്ടോ. ശിശു ഡാ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞുവാവ അതാട്ടോ ഉറങ്ങുകയാണ്. നല്ല ഉറക്കമാണ് കേട്ടോ. ആള് ഉറങ്ങുന്നത് മാത്രമല്ല, ഉറക്കത്ത് ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെയാണ്. പൊട്ടി ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തില്ലേ അവൾ നല്ല ഉറക്കമാണ്, അല്ലാത്ത സമയത്ത് നല്ല ചിരിക്കും. ഞാൻ ഇതിൻ്റെ അകത്തൊരു ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കണേ. യാദൃശ്ചികമായിട്ട് ചിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് കിട്ടി. അങ്ങനെ അവിടുന്ന് നമ്മൾ വൈകുന്നേരം അനിയൻ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടാക്കി തന്നിട്ട് രണ്ടാമത്തെ ദിവസത്തെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നട്ടുച്ചയ്ക്ക് നമ്മൾ പോവാണ്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ശ്രുതിൻ്റെ കല്യാണമൊക്കെ എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമാണ്. എന്തായാലും നമ്മൾ പൊളിച്ചിരിക്കും. ഇന്നത്തെ രണ്ടാമത്തെ ദിവസം. നാളെ ഒരു ദിവസം കൂടി എടുത്തിട്ട് നമുക്ക് ഡാൻസ് പഠിച്ചിട്ട് കംപ്ലീറ്റ് ആക്കണം. അതാണ് ഞങ്ങളുടെ തീരുമാനം. എന്താവുന്നൊന്ന് അറിഞ്ഞൂടാ. ഈ ഡാൻസൊക്കെ കളിച്ച് കല്യാണത്തിൻ്റെ സമയത്ത് കളിച്ച് സെറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. എങ്ങാനത് പാളിപ്പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പോവാം കേട്ടോ. ഇനിയിപ്പോൾ ഏതാ ബസ്സുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. ഓട്ടോ കിട്ടുകയാണെങ്കിൽ ഓട്ടോയിൽ പോവാട്ടോ. പറഞ്ഞ പോലെ നമുക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയത്ത് നമ്മളിങ്ങനെ ഓട്ടോയിൽ പോയി. നമ്മൾ വീടിൻ്റെ താഴെ തന്നെ ഇറങ്ങി. അപ്പോൾ നമ്മളിതാ പാറുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തി കേട്ടോ. ഓട്ടോയിൽ വന്നിറങ്ങിയതാ. ഡേ 2 പ്രാക്ടീസ്. കോമഡി ആയിരിക്കും. ഇത് ഞങ്ങൾ തകർക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒറ്റ ഇന്നലെ മാങ്ങ പറിച്ചില്ലായിരുന്നോ? ബാക്കിൽ കാണുന്നുണ്ടോ? അതാ തുള്ളി കളിക്കുന്നൊരു സാധനം. കൈ ഇതാ കാണിച്ചു തരാം. ഏടെ കണ്ടോ അതാ വരുന്നത്. ഇന്നലെ മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ ഇന്നും പോയി നിന്ന് കല്ലെടുത്ത് എറിയുന്നുണ്ട്. എനിക്കറിയില്ല എന്താവുന്നു. ഞങ്ങൾ പോയിട്ടോ. മാങ്ങ പറിച്ചുകൂടി. ആ ഷർട്ടിലാക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസ് പ്രാക്ടീസിൻ്റെ സെക്ഷൻ കേട്ടോ. ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി കാണിക്കുകയാണ്. പാട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും. ഇത് അതിഭയങ്കരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതികഠിനമായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അന്ന് വൈകുന്നേരം നമ്മൾ ബസ്സിലാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. ആരും കൊണ്ടാക്കി തന്നില്ല ഗൈസ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സംഭവം കയ്യിൽ നിന്ന് പാളിപ്പോയി.
നമ്മളെ രാവിലെ മുതലക്കുളം പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുറ്റം. അത്രമാത്രം അലക്കി ആറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കല്യാണത്തിന് പോകാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ടേക്ക് സ്ഥലം വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കല്യാണ വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് കാണാം കേട്ടോ. ടാറ്റാ.